നമസ്കാരം. F&S ഫാർമ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്ജക്റ്റ് വൈസ് MCQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ ബയോകെമിസ്ട്രി പാർട്ട് 1 ഡിസ്കഷനാണ് ചെയ്തിരിക്കുന്നത്. MCQ ഡിസ്കഷനാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിക് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. MCQ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബേസിക് തിയറി ബിഹൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? Carbohydrates are defined as polyhydroxyaldehydes or ketones or compounds which produce them on hydrolysis. Polyhydroxyaldehydes ഒന്നിലധികം ഹൈഡ്രോക്സി ഗ്രൂപ്പുള്ള OH ഗ്രൂപ്പുള്ള ആൽഡിഹൈഡ്സോ കീറ്റോൺസോ അല്ലെങ്കിൽ compounds which produce polyhydroxyaldehydes or ketones on hydrolysis are called carbohydrates. ജനറൽ ഫോർമുലയാണ് CnH2O n times. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. പോളിഹൈഡ്രോക്സി കീറ്റോണിൻ്റെ എക്സാമ്പിളാണ് ഫ്രക്ടോസ്. കാർബോഹൈഡ്രേറ്റ്സിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്. സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ എക്സാമ്പിളാണ് ഗ്ലിസറാൽഡിഹൈഡ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ആണ്. ഹൈഡ്രോക്സി അസറ്റോൺ എന്ന് പറയുന്നത് ഒരു പോളിഹൈഡ്രോക്സി കീറ്റോൺ ആണ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. Based on whether the carbohydrate can be broken down into small units, നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് വേയ്സിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് എങ്ങനെ ബ്രേക്ക് ചെയ്ത് സ്മോളർ യൂണിറ്റ്സ് ആക്കാം. മോണോസാക്രൈഡ്സ് ആണ് ഫസ്റ്റ്. അതിൽ മോണോസാക്രൈഡ്സ് cannot be broken down into smaller units by hydrolysis. അതായത് സിമ്പിൾ ഷുഗേഴ്സ് ആണ് മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഫെർദർ നമുക്ക് സിംപ്ലർ യൂണിറ്റ്സ് ആക്കാൻ പറ്റില്ല. ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ്. ഒലിഗോസാക്രൈഡ്സോ 3 to 10 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ പറ്റുന്നതാണ് ഒലിഗോസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സോ ഇറ്റ് കമ്പോസ്റ്റ് ഓഫ് 10 or more മോണോസാക്രൈഡ് യൂണിറ്റ്സ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺസ് ഫൗണ്ട് ഇൻ ദ സിമ്പിൾ ഷുഗർ. 3 കാർബൺ ആണെങ്കിൽ നമ്മൾ അതിനെ ട്രയോസ് എന്ന് പറയും. 4 കാർബൺ ആണെങ്കിൽ ടെട്രോസ് എന്ന് പറയും. 5 ആണെങ്കിൽ പെൻറ്റോസ് എന്ന് പറയും. 6 ആണെങ്കിൽ ഹെക്സോസ് എന്ന് പറയും. തേർഡ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ കാർബണൈൽ ഗ്രൂപ്പ് പ്രസൻറ്റ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൽഡോസ് എന്ന് പറയും. കീറ്റോണിക് ഗ്രൂപ്പ് ആണെങ്കിൽ കീറ്റോസ് എന്ന് പറയും. മോണോസാക്രൈഡ് വിത്ത് ആൽഡിഹൈഡ് ആണ് എരിത്രോസ് എക്സാമ്പിൾ. മോണോസാക്രൈഡ് വിത്ത് കീറ്റോൺ ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ ആണ് ഫ്രക്ടോസ്. ഇനി എന്ന സ്റ്റീരിയോ കോൺഫിഗറേഷനെ പറ്റി പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ 5 മെംബ്രെയിൻ റിങ്ങിനെ നമ്മൾ ഫ്യുരാനോസ് എന്നും 6 മെംബ്രെയിൻ റിങ്ങിനെ പൈറാനോസ് എന്നും വിളിക്കും. എന്താണ് ആനോമേഴ്സ് എന്ന് പറയുന്നത്? ആനോമേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഡിഫർ ബൈ സ്റ്റീരിയോ കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ഇൻവോൾവ്ഡ് ഇൻ റിംഗ് ഫോർമേഷൻ. അതായത് റിംഗ് ഫോർമേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള കാർബണിൻ്റെ സ്റ്റീരിയോ കോൺഫിഗറേഷനിലെ വ്യത്യാസം ആണ് ആനോമേഴ്സിൽ കാണപ്പെടുന്നത്. ആൽഫ ആനോമറും ഉണ്ട്, ബീറ്റ ആനോമറും ഉണ്ട്. ആൽഫ ആനോമറിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഫാഷനിലായിരിക്കും ഓൺ ദ ആനോമറിക് കാർബൺ ഓഫ് ഡി ഷുഗർ. ബീറ്റ ആനോമറിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഓറിയൻറ്റഡ് അപ്വേർഡ് ഓൺ ദ ആനോമറിക് കാർബൺ ഓഫ് ദ ഡി ഷുഗർ. ഇനി നമുക്ക് മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ് ഇൻ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. മോണോസാക്രൈഡ്സ് നമ്മൾ പറഞ്ഞു 3 to 7 കാർബൺ ആറ്റംസ് ഒക്കെ കാണും. സിമ്പിൾ ഷുഗേഴ്സ് ആണെന്ന് പറഞ്ഞു. ഫെർദർ ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു കീറ്റോ ഷുഗർ ആണ്. ഡൈസാക്രൈഡിൻ്റെ എക്സാമ്പിൾ ആണ് വിച്ച് is composed of 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണ് ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അഗെയിൻ അതിൻ്റെ എക്സാമ്പിളിൽ വരുന്നതാണ് മാൾട്ടോസ്, അതർവൈസ് നോൺ ആസ് മാൾട്ട് ഷുഗർ. മാൾട്ടോസിൽ 2 ഡി ഗ്ലൂക്കോസ് ആണ് വിച്ച് ഇസ് ജോയിൻഡ് ബൈ ആൽഫ 1,4 ലിങ്കേജ്. ലാക്ടോസ് അനദർ എക്സാമ്പിൾ ഓഫ് ഡൈസാക്രൈഡ് ആണ്, മിൽക്ക് ഷുഗർ എന്ന് പറയും. 1 galactose and 1 glucose molecule which is joined by beta 1,4 linkage. Next, sucrose എന്ന് പറഞ്ഞാൽ it is known as stable sugar. 1 glucose and 1 fructose unit ആണ് ഇതിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത്. പോളിസാക്രൈഡ്സ് എന്താണ്? പോളിസാക്രൈഡ്സ് നമ്മൾ പറഞ്ഞു കമ്പോസ്റ്റ് ഓഫ് മോർ ദാൻ 10 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആണ്. എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. സെല്ലുലോസിൽ മെനി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ലിങ്ക് ബൈ ബീറ്റ 1,4 linkage. അനദർ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ജോയിൻഡ് ബൈ ആൽഫ 1,4 ലിങ്കേജ് ആണ് സ്റ്റാർച്ചിൽ കാണപ്പെടുന്നത്. ഗ്ലൈക്കജൻ ഇസ് അതർവൈസ് നോൺ ആസ് ആനിമൽ സ്റ്റാർച്ച്. ഇറ്റ് ഈസ് ഓൾസോ എക്സാമ്പിൾ ഓഫ് എ പോളിസാക്രൈഡ്. സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ഫൗണ്ട് ഇൻ ലിവർ ആൻഡ് മസിൽ ഓഫ് ആനിമൽസ് ആണ് ഗ്ലൈക്കജൻ എന്ന് പറയുന്നത്. ഗ്ലൈക്കജൻ്റെ പെക്യുലാരിറ്റി അതിൽ ഹൈലി ബ്രാഞ്ച്ഡ് ഗ്ലൂക്കോസ് യൂണിറ്റ് ജോയിൻഡ് ബൈ ആൽഫ 1,4 ലിങ്കേജ് ആൻഡ് ബ്രാഞ്ചസ് ബൈ ആൽഫ 1,6 ലിങ്കേജ് കാണപ്പെടും.
അനദർ പോളിസാക്കറൈഡ് ആണ് ഡെക്സ്ട്രിൻ. ഇനി ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, കാർബോഹൈഡ്രേറ്റ്സിൽ ഓർത്തിരിക്കേണ്ടത് എന്താണ് റെഡ്യൂസിങ് ഷുഗർ. ഒരു ഫ്രീ ആൽഡിഹൈഡിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൻ ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിക് ഗ്രൂപ്പ്, അതും അല്ലെങ്കിൽ ഒരു ഹെമി അസറ്റാൽ ലിങ്കേജ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കാം. ഇഫ് ദ ഷുഗർ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഇറ്റ് കോസസ് റിഡക്ഷൻ ആൻഡ് ഇറ്റ് ഇസ് നെയിംഡ് ആസ് റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ ഒരു ഫ്രീ ആൽഡിഹൈഡിക് ഗ്രൂപ്പോ ആൽഫ ഹൈഡ്രോക്സി കീറ്റോണിക് ഗ്രൂപ്പോ ഹെമി അസറ്റാൽ ലിങ്കേജോ ഉള്ളതാണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയുന്നത്. എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്? നമുക്കറിയാം, ദ ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇസ് മൊളിഷ്യസ് ടെസ്റ്റ്. ജനറൽ ടെസ്റ്റാണ്. മോണോസാക്രൈഡ്സ് റാപ്പിഡ്ലി ആൻസർ ചെയ്യും, ഡൈസാക്രൈഡ്സ് സ്ലോവർലി ആൻസർ ചെയ്യും. ആൻഡ് വാട്ട് ഇസ് ദിസ് മൊളിഷ്യസ് ടെസ്റ്റ്? ആൽഫ നാഫ്തോൾ ആണ് ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ ആണ് മൊളിഷ്യസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ പറയുകയാണെങ്കിൽ ടെസ്റ്റ് സൊല്യൂഷൻ വെൻ ട്രീറ്റ് വിത്ത് മൊളിഷ്യസ് റിയേജൻറ്റ് ആൻഡ് മിക്സ് വെൽ ദെൻ ആഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അലോങ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. റിസൾട്ട് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ പർപ്പിൾ ഓർ വയലറ്റ് കളർ റിംഗ് അറ്റ് ദ ഇൻ്റർഫറൻസ് ഓഫ് 2 layers. 2 ലെയറായിട്ട് കാണപ്പെടും. അതിൻ്റെ ഇൻ്റർഫിയറൻസിൽ ബിറ്റ്വീൻ 2 layers ഇൻ്റർഫറൻസിൽ ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളർ റിംഗ് ഫോർമേഷൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. നെക്സ്റ്റ് ടെസ്റ്റ് ഇസ് ഫെലിങ്സ് ടെസ്റ്റ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. ഫെലിങ്സ് ടെസ്റ്റിൽ ഫെലിങ്സ് സൊല്യൂഷൻ എയും ഫെലിങ്സ് സൊല്യൂഷൻ ബിയും യൂസ് ചെയ്യും. ഫെലിങ്സ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത് അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആണ്. ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് പൊട്ടാസ്യം സോഡിയം ടാർട്രേറ്റ് ആണ്. ഇൻ സ്ട്രോങ് ആൽക്കലൈൻ സൊല്യൂഷൻ ആണ്. സ്ട്രോങ് ആൽക്കലൈൻ സൊല്യൂഷനിൽ പൊട്ടാസ്യം സോഡിയം ടാർട്രേറ്റ് ആണ് ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത്. ടെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ഈ ഫെലിംഗ്സ് റിയേജൻറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. നെക്സ്റ്റ് ടെസ്റ്റാണ് ബെനഡിക്സ് ടെസ്റ്റ്. അതും റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബെൻഡിക്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ് സോഡിയം കാർബണേറ്റ് സോഡിയം സിട്രേറ്റ് ആണ്. ഇറ്റ് ഓൾസോ ഗിവ്സ് എ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഇൻ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. ബാർഫോർഡ്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത് മോണോസാക്രൈഡ് ഡൈസാക്രൈഡ്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബാർഫോർഡ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ബാർഫോർഡ്സ് റിയേജൻറ്റ് എന്ന് പറയുന്നത് കോപ്പർ അസറ്റേറ്റ് ഇൻ ഡൈല്യൂട്ട് അസിറ്റിക് ആസിഡ്, ദറ്റ് ഇസ് 1% അസിറ്റിക് ആസിഡിൽ കോപ്പർ അസറ്റേറ്റിനെയാണ് വി കോൾഡ് ആസ് ബാർഫോർഡ്സ് റിയേജൻറ്റ്. സാമ്പിൾ വെൻ ട്രീറ്റഡ് വിത്ത് ബാർഫോർഡ്സ് റിയേജൻറ്റ് ബോയിൽ ഇൻ എ വാട്ടർ ബാത്ത്, ഹീറ്റ് ഫോർ അബൌട്ട് 2 minutes, റിമൂവ് ദെൻ അലോ ടു കൂൾ. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ഓർ യെല്ലോ കളർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് മോണോസാക്രൈഡ്സ്. ദിസ് പ്രസിപ്പിറ്റേറ്റ് കാണിക്കുന്നത് റെഡ്യൂസിങ് മോണോസാക്രൈഡ്സ് ആണ്. ഡു നോട്ട് ഹീറ്റ് ഫോർ മോർ ദാൻ 3 minutes ആസ് ഡൈസാക്രൈഡ് സംടൈംസ് ഗിവ്സ് പോസിറ്റീവ് ടെസ്റ്റ് മോർ ദാൻ 3 minutes കൂടുതൽ ഹീറ്റ് ചെയ്താൽ. സോ റെഡ്യൂസിങ് മോണോസാക്രൈഡ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ബാർഫോർഡ്സ് ടെസ്റ്റ് യൂസ് ചെയ്യാം. സെലിവാനോസ് ടെസ്റ്റ് ഉണ്ട്. സെലിവാനോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കീറ്റോ ഹെക്സോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് റിയേജൻറ്റ് കീറ്റോ ഹെക്സോക്സിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് 5-hydroxy methyl furfural ഫോം ചെയ്യും. ഇറ്റ് റിയാക്ട്സ് വിത്ത് റിസോസിനോൾ പ്രസൻറ്റ് ഇൻ ദ ടെസ്റ്റ് റിയേജൻറ്റ് ടു പ്രൊഡ്യൂസ് എ റെഡ് പ്രോഡക്റ്റ്. റെഡ് പ്രോഡക്റ്റ് ഫൈനലി 2 minutes കഴിയുമ്പോൾ ഫോം ചെയ്യും. ആൽഡോ ഹെക്സോസും സെയിം പ്രോഡക്ട്സ് തരും, പക്ഷേ സ്ലോലി ആണ് തരുന്നത്. സെലിവാനോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് സാമ്പിൾ 2 ml ഓഫ് ദ സെലിവാനോസ് റിയേജൻറ്റ്, സൊല്യൂഷൻ ഓഫ് റിസോസിനോൾ ആണ് HCl ആണ് സെലിവാനോസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. സാമ്പിളിലേക്ക് ആഡ് ചെയ്തിട്ട് സൊല്യൂഷൻ ഹീറ്റ് ചെയ്യുക ബോയിലിംഗ് വാട്ടർ ബാത്തിൽ വെച്ച് 2 minutes. പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു റെഡ് കളർ പ്രോഡക്റ്റ് ആണ്. സൂക്രോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ എങ്കിൽ ഓവർ ബോയിലിംഗ് അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ സൂക്രോസ് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് അതിൻ്റെ കോമ്പോണൻ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് ഫോൾസ് പോസിറ്റീവ് ടെസ്റ്റ് തരാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും. അതൊന്ന് സെലിവാനോസ് ടെസ്റ്റിൽ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഹൈഡ്രോളിസിസ് ടെസ്റ്റ് എന്താണ്? നമുക്കറിയാം സൂക്രോസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഓഫ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. സോ ഇറ്റ് ഡസ് നോട്ട് റെഡ്യൂസ് ആൽക്കലൈൻ കോപ്പർ സൾഫേറ്റ്. അത് ഫെലിങ്സ് ബെൻഡിക് സൊല്യൂഷനിലൊന്നും റിസൾട്ട് തരില്ല. സോ സൂക്രോസ് നമ്മൾ ആദ്യം ഹൈഡ്രോളൈസ് ചെയ്യണം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇൻ ടു ഇറ്റ്സ് കോമ്പണൻസ് ആൻഡ് ദെൻ കണ്ടക്ട് എ ടെസ്റ്റ്. ഇതിനാണ് നമ്മൾ ഹൈഡ്രോളൈസിസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സൂക്രോസ് ട്രീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. ദെൻ നെക്സ്റ്റ് പോളിസാക്രൈഡ്സിൻ്റെ ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. സ്റ്റാർ സൊല്യൂഷൻ എടുത്ത് ഒരു ഡ്രോപ്പ് ഓഫ് അയഡിൻ ഇട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡാർക്ക് ബ്ലൂ കളർ ഫോം ചെയ്താൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് പോളിസാക്രൈഡ് അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. യെല്ലോ ആണെങ്കിൽ ആബ്സെൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ടെസ്റ്റ് ആണ് കാണിക്കുന്നത്. ഡെക്സ്ട്രിൻ അയഡിൻ ഇട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വയലറ്റ് കളർ ആണെങ്കിൽ അത് പോസിറ്റീവ് ടെസ്റ്റും യെല്ലോ ആണെങ്കിൽ നെഗറ്റീവ് ടെസ്റ്റും.
ഇനി ഒരു ടെസ്റ്റ് ഉണ്ട്, ടോളൻസ് ടെസ്റ്റ്. അതായത് സിൽവർ മിറർ ടെസ്റ്റ് ആണ്. ആൽഡിഹൈഡ് കീറ്റോൺ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. ആൽഡിഹൈഡ്സ് ഈസിലി ഓക്സിഡൈസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്, സിൽവർ അയോൺസിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സിൽവർ മിറർ ഫോം ചെയ്യും. ടോളൻസ് റിയേജൻറ്റിലുള്ള സിൽവർ അയോൺസിനെ റെഡ്യൂസ് ചെയ്ത ഒരു മിറർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ടോളൻസ് ടെസ്റ്റ്. ദെൻ ഒസസോൺ ടെസ്റ്റ് ഉണ്ട്. ഗ്ലൂക്കോസ് ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് സെസോൺ ഫോം ചെയ്യും. ഫ്രക്ടോസ് ഫീനൈൽ ഹൈഡ്രസീനായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രക്ടോസെസോൺ ഫോം ചെയ്യും. മാൾട്ടോസ് ആണെങ്കിൽ മാൾട്ടോസെസോൺ, ആൻഡ് ലാക്ടോസ് ആണെങ്കിൽ ലാക്ടോസെസോൺ ഫോം ചെയ്യും. സൂക്രോസ് ഫീനൈൽ ഹൈഡ്രസീനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒസസോൺ ഫോം ചെയ്യില്ല. കാരണം എന്താണ്, സൂക്രോസ് എന്ന് പറയുന്ന ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ആസ് ഇറ്റ് ഹാസ് നോ ഫ്രീ കാർബണൈൽ ഗ്രൂപ്പ്, വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ഡസ് നോട്ട് ഫോം ഒസസോൺ. റെഡ്യൂസിങ് ഷുഗർ മാത്രമാണ് ഒസസോൺസ് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള തിയറി പോർഷൻസ് നമുക്ക് MCQ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് MCQs സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Andron method is preferred in the determination of option A carbohydrates, B proteins, C vitamins, D fats. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്സ്. എസ്റ്റിമേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ആന്ത്രോൺ മെത്തേഡ്. കാർബോഹൈഡ്രേറ്റ്സ് ആർ ഡീഹൈഡ്രേറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം ഫർഫ്യൂറൽ. ഈ ഫർഫ്യൂറൽ പിന്നീട് ആന്ത്രോൺ ഇട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് എ ഗ്രീൻ കളർ കോംപ്ലക്സ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ബൈ കളറോമെട്രി അറ്റ് 620 നാനോമീറ്റർ, അല്ലെങ്കിൽ ബൈ യൂസിങ് റെഡ് ഫിൽട്ടർ. ഇതിനെയാണ് നമ്മൾ ആന്ത്രോൺ മെത്തേഡ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Question number 2. Which of the following are an example of epimers? Option A glucose and galactose, B glucose and ribose, C mannose and glucose, D A and C. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ glucose and galactose. Both glucose and galactose have same chemical formula, but orientation of hydroxyl group on C4 of the compounds are different. എന്താണ് epimers എന്ന് പറഞ്ഞാൽ stereoisomers are epimers which are differing in its configuration at only one chiral carbon atom. ഒരു chiral carbon atomത്തിൽ കോൺഫിഗറേഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എപ്പിമേഴ്സ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആർ ദ എക്സാമ്പിൾ. ഓറിയൻറ്റേഷൻ ഓഫ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഓൺ C4 ആണ് അവിടെ വേരിയേഷൻ വരുന്നത്, ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 2ൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 3. One of the following has reducing properties. Option A glucuronic acid, B gluconic acid, C glucaric acid, D mucic acid. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഗ്ലൂക്യുറോണിക് ആസിഡ്. ഗ്ലൂക്യുറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 4. The red precipitate formed when glucose is heated with Benedict's reagent is option A cupric hydroxide, option B cuprous hydroxide, ഓപ്ഷൻ സി കുപ്രിക് ഓക്സൈഡ്, ഓപ്ഷൻ ഡി കുപ്രസ് ഓക്സൈഡ്. നമുക്കറിയാം ബെനഡിക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഷുഗേഴ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റെഡ്യൂസിങ് ഷുഗേഴ്സ് ആർ ഹീറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആൽക്കലി, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് പിന്നെ ബെനഡിക്സ് റിയേജൻറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ കുപ്രിക് കോമ്പണൻസ് പ്രസൻറ്റ് ഇൻ ദ ബെനഡിക് റിയേജൻറ്റ് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു കുപ്രസ് കോമ്പൗണ്ട് വിച്ച് ഗെറ്റ് പ്രസിപ്പിറ്റേറ്റ് ആസ് ഇൻസൊല്യൂബിൾ റെഡ് കുപ്രസ് ഓക്സൈഡ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റെഡ് കളർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു cuprous oxide. The red precipitate formed is due to cuprous oxide. The correct answer is option D. Question number 5. Fructose and glucose can be distinguished by option A Sullivan's reagent, option B Benedict's reagent, option C Felling's reagent, option D Barford's reagent. Question number 5 in the answer ആണ് option A Sullivan's reagent. It gives positive test for fructose, and fructose is a ketohexosis. So the correct answer is A. 6th question. Which of the following is an example of monosaccharide? Option A galactose, option B sucrose, option C lactose, option D maltose. തന്നിരിക്കുന്ന ഏതാണ് മോണോസാക്രൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ ഗാലക്ടോസ്. ഗാലക്ടോസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഷുഗർ ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്. സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡ് ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ലാക്ടോസ് ആണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. മാൾട്ടോസ് ആണെങ്കിൽ 2 molecules ഓഫ് ഗ്ലൂക്കോസ്. സോ 6th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ ഗാലക്ടോസ്. ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following is an example of disaccharide? Option A glucose, option B fructose, option C galactose, option D maltose. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി maltose, which consists of 2 glucose units. Question number 8.
In maltose, between which of the following carbon there is a linkage? Option A, C1C2, option B, C2C3, option C, C1C4, option D, C2C4. The correct answer is option C. Maltose contains 2 D-glucose residues and they are joined by glycosidic linkage between C1 of one carbon residue, C4 of other carbon residue. So the correct answer is option C. Question number 9. Which of the following carbohydrate is a triose? Option A, glucose, B, ribose, C, ribulose, D, glyceraldehyde. തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രയോസ്? 3 കാർബൺ ഉള്ളത് ഏതിലാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്ലിസറാൽഡിഹൈഡ്. ഗ്ലിസറാൽഡിഹൈഡ് ആണ് ഒരു ട്രയോസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എയിലെ ഗ്ലൂക്കോസ് നമുക്കറിയാം ഹെക്സോസ് ആണ്, റൈബോസും റിബുലോസും പെൻറ്റോസ് ആണ്. അതിൽ റിബുലോസ് എന്ന് പറയുന്നത് കീറ്റോ പെൻറ്റോസ് ആണ്. Question number 10. Lactose is a disaccharide of which of the following sugar units? A, glucose and fructose, B, glucose and galactose, C, glucose and sucrose, D, glucose and ribose. 10th question the correct answer ആണ് lactose എന്ന് പറയുന്നത് it consists of glucose and galactose. Option B. Question number 11. Which of the following is an example of bacterial and yeast polysaccharide? Option A, starch, option B, glycogen, option C, cellulose, option D, dextrans. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. ഡെൻറ്റൽ പ്ലേക്ക് ഫോം ബൈ ബാക്ടീരിയ ഓൺ ദ സർഫസ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിച്ച് ഇൻ ഡെക്സ്ട്രാൻസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഡി. ക്വസ്റ്റ്യൻ നമ്പർ 12. In which of the following glucose residues are linked by beta 1 to 4 glycosidic bonds? Option A, amylose, option B, starch, option C, cellulose, option D, glycogen. 12th question answer ആണ് ഓപ്ഷൻ സി, സെല്ലുലോസ്. സെല്ലുലോസിലാണ് ബീറ്റ 1 to C4 ലിങ്കേജ് എന്ന് പറയുന്നത് കാണപ്പെടുന്നത് സെല്ലുലോസിലാണ്. അമൈലോസ് ആണെങ്കിൽ ആൽഫ 1 to C4 ബാൻഡ്സ് ആണ്. സ്റ്റാർച്ചിലും അമൈലോസിലും ഗ്ലൈക്കോജനിലും ഒക്കെ കാണുന്നത് ബോൺസ് ആണ് കാണുന്നത്. ആൽഫ 1 to C4 ബോൺസ്. സോ ബീറ്റ 1 to C4 ബോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, സെല്ലുലോസ്. Question number 13. What is the chemical difference between cellulose and chitin? A, replacement of the hydroxyl group at C2 with an acetylated amino group. B, replacement of the hydroxyl group at C3 with an acetylated amino group. C, replacement of the hydroxyl group at C4 with an acetylated amino group. D, replacement of the hydroxyl group at C5 with an acetylated amino group. കൈറ്റാനും സെല്ലുലോസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കൈറ്റാൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹോമോപോളിസാക്രൈഡ് ആണ്, കമ്പോസ്ഡ് ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമൈൻ റെസിഡ്യൂസ് ഇൻ ബീറ്റ ലിങ്കേജ്. അപ്പോൾ പോളിസാക്രൈഡ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോ പോളിസാക്രൈഡ്സും ഉണ്ട്, ഹെറ്ററോ പോളിസാക്രൈഡ്സും ഉണ്ട്. വൺ ടൈപ്പ് ഓഫ് മോണോമർ ആണ്, അതായത് ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴത്തേക്കും വൺ ടൈപ്പ് ഓഫ് മോണോസാക്രൈഡിനെയാണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹോമോ പോളിസാക്രൈഡ് എന്ന് പറയും. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ആണ് എക്സാമ്പിൾ. ആ ഹോമോ പോളിസാക്രൈഡ്സിനെ വീണ്ടും നമുക്ക് സ്റ്റോറേജ് എന്നും സ്ട്രക്ചറിൽ നിന്നും ക്ലാസിഫൈ ചെയ്യാം. സ്റ്റോറേജിൽ പ്ലാന്റിൽ വരുന്നതാണ് സ്റ്റാർച്ച്, ആനിമലിൽ ഗ്ലൈക്കോജൻ. സ്ട്രക്ചറിൽ പ്ലാന്റിൽ വരുന്നതാണ് സെല്ലുലോസ്, ആനിമലിൽ കൈറ്റാൻ. ഹെറ്ററോ പോളിസാക്രൈഡ് എന്ന് പറയുന്നത് 2 or more ടൈപ്സ് ഓഫ് മോണോമേഴ്സ് ഒരു ഹൈഡ്രോളിസിസിൽ ദേ വിൽ ഈൽഡ് എ മിക്സ്ചർ ഓഫ് മോണോസാക്രൈഡ്സ്. അതിനെയാണ് ഹെറ്ററോ പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഹയാലുറോണിക് ആസിഡ്, കോൺട്രോട്ടിൻ സൾഫൈഡ്, ഹെപ്പാരിൻ ഒക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ഒരു ഗ്രൂപ്പുണ്ട് മ്യൂക്കോ പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോൺ ആസ് ഗ്ലൈക്കോസോ അമിനോ ഗ്ലൈക്കൻസ് എന്ന് പറയും. ലീനിയർ പോളിസാക്രൈഡ്സ് ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് റിപ്പീറ്റിംഗ് ഡൈസാക്രൈഡ് യൂണിറ്റ്. Except for keratin, repeating unit consists of amino sugar along with uronic acid or galactose. അതാണ് സാധാരണ രീതിയിൽ മ്യൂക്കോപോളിസാക്രൈഡ് എന്ന് പറയുന്നത്. ഇനി ഹോമോപോളിസാക്രൈഡിൽ തന്നെ ബ്രാഞ്ചും ഉണ്ട്, അൺബ്രാഞ്ച്ഡും ഉണ്ട്. സെല്ലുലോസ് ഒക്കെ ആണെങ്കിൽ അൺബ്രാഞ്ച്ഡ് ആണ്, അതേസമയം സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ഒക്കെ ബ്രാഞ്ചിൻ്റെ എക്സാമ്പിളാണ്. Question number 14. When all the monosaccharides in a polysaccharide are same type, such type of monosaccharide is called a option A, glycogen, option B, homoglycan, option C, heteroglycan, D, oligosaccharide. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, ഹോമോഗ്ലൈക്കൻ. ഹോമോഗ്ലൈക്കൻ എന്ന് പറഞ്ഞാൽ പോളിസാക്രൈഡ് ആണ്. എന്താണ് പോളിസാക്രൈഡിലെ മോണോസാക്രൈഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓൾ മോണോസാക്രൈഡിൻ്റെ പോളിസാക്രൈഡ് സെയിം ടൈപ്പ് ആയിരിക്കും. Question number 15. In which of the following forms glucose is stored in plants? A, glycogen, B, starch, C, dextrin, D, cellulose. കറക്റ്റ് ആൻസർ ഇതാണ് ഓപ്ഷൻ ബി, സ്റ്റാർച്ച്. സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് ഗ്ലൂക്കോസ് പ്ലാന്റ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. Question number 16. In which of the following forms glucose is stored in the liver? Option A, glycogen, option B, starch, option C, dextrin, option D, cellulose. കറക്റ്റ് ആൻസർ ഏതാണ്? Question number 16ൻ്റെ ഓപ്ഷൻ എ, glycogen.
ക്വസ്റ്റ്യൻ നമ്പർ 17. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ സ്റ്റോറേജ് പോളിസാക്കറൈഡ്സ്? നമ്മൾ മറ്റേ പറഞ്ഞായിരുന്നു പോളിസാക്കറൈഡ്സ്, ഹോമോ പോളിസാക്കറൈഡ്സ് സ്റ്റോറേജും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചറിലും ഉണ്ട്. തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റോറേജ് പോളിസാക്കറൈഡ്? ഓപ്ഷൻ എ ഗ്ലൈക്കോജൻ, ബി സെല്ലുലോസ്, സി കൈറ്റിൻ, ഡി ഗ്ലൂക്കോസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഗ്ലൈക്കോജൻ ആണ്. സ്റ്റാർച്ചും ഗ്ലൈക്കോജനും ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറേജ് പോളിസാക്കറൈഡിൻ്റെ എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്സ്? തന്നിരിക്കുന്നതിൽ ഏതാണ് സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കൈറ്റിൻ ആൻഡ് സെല്ലുലോസ് ആണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറൽ പോളിസാക്കറൈഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അനലോഗസ് ടു സ്റ്റാർച്ച്? ഓപ്ഷൻ എ സെല്ലുലോസ്, ബി ഗ്ലൈക്കോജൻ, സി സൂക്രോസ്, ഡി കൈറ്റിൻ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? അനലോഗ് ടു സ്റ്റാർച്ച് ഏതാണ്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഗ്ലൈക്കോജൻ. ഇറ്റ് ഇസ് കോൾഡ് ആനിമൽ സ്റ്റാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. Question number 20. Which of the following is not a monosaccharide with 5 carbon atom? Option A arabinose, B cellulose, C trehalose, D ribulose. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ട്രിഹാലോസ്. ട്രിഹാലോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്രൈഡ് ആണ്. അറാബിനോസ് എന്ന് പറയുന്നത് ഒരു ആൽഡോപെൻറ്റോസ് ആണ്. സൈലലോസ് എന്ന് പറയുന്നത് കീറ്റോപെൻറ്റോസ് ആണ്. റിബുലോസും കീറ്റോപെൻറ്റോസ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ 20 ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ സി ട്രൈഹാലോസ്. ഇതോടുകൂടി പാർട്ട് 1 ഡിസ്കഷൻ ബയോകെമിസ്ട്രി അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ തുടർന്നുള്ള ഡിസ്കഷൻസ് നമുക്ക് ചെയ്യാം. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുക ഉപകാരപ്രദമായി തോന്നിയാൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.